ഞാൻ എൻ്റെ ചെറുപ്പകാലത്തുണ്ടായ എന്നെ പേടിപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്ക് പാമ്പുകളെ വലിയ പേടിയായിരുന്നു കുട്ടിക്കാലം മുതൽ. പാമ്പുകളെ അല്പം ഭയമില്ലാത്തവരാരും ഉണ്ടാവില്ല, എങ്കിലും എനിക്ക് കുട്ടിക്കാലത്ത് വലിയ പേടിയായിരുന്നു. അങ്ങനെയുള്ള അത്രയധികം പേടി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പാമ്പുകളെക്കുറിച്ചുള്ള പല കഥകളും പറഞ്ഞു കേട്ടതുകൊണ്ടാണ്. എൻ്റെ പിതാവിൻ്റെ അച്ഛൻ ഒരു വിഷഹാരിയായിരുന്നു, വിഷവൈദ്യനാണ്. അദ്ദേഹം ഈ പാമ്പ് കടിച്ചാൽ അവരെ ചികിത്സിക്കുകയും മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഈ വലിയച്ഛൻ്റെ ഈ പാമ്പിനെക്കുറിച്ചുള്ള വർണ്ണനകളും കഥകളൊക്കെ കേട്ട് ഈ പാമ്പ് എന്ന വർഗത്തെപ്പറ്റി എനിക്ക് വല്ലാത്ത ഒരു പേടി ആയി തുടങ്ങി. അത്തരം പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ അധികവും കേൾക്കാറ്. പറക്കുന്ന പാമ്പ്, 5 തലയുള്ള മൂർഖൻ, മാണിക്കക്കല്ലും കൊത്തിപ്പറക്കുന്ന പാമ്പ്, ഇങ്ങനെയൊക്കെ പല കഥകളും അന്ന് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പാമ്പുകളെ കുറിച്ച് കൂടുതൽ പേടി ഉണ്ടായത്. എനിക്കൊരു 12 വയസ്സുള്ള സമയം ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു ചെറിയ അങ്ങാടിയുണ്ട്, കുറച്ച് കടകളുള്ള. അവിടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയിരുന്നു. അതൊരു ഉച്ച സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ ഈ ടൗണിൽ റോഡിൻ്റെ വഴിയോരത്ത് ഒരു പാമ്പാട്ടി ഒരു പാമ്പിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ഞാൻ കണ്ടു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ട തുറന്നിട്ടാണുള്ളത്, പാമ്പിനെ ഇടുന്ന കൂട്ട. അതായത് വലിയൊരു മൂർഖൻ പത്തി വിരിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടയിൽ നിന്ന് എഴുന്നേറ്റിട്ട്. ആ കൊട്ടയുടെ ഒരു മൂടി ഈ കുറവൻ്റെ ഒരു കയ്യിലുണ്ട്, ഇടത്ത് കയ്യിൽ. വലത് കൈ കൊണ്ട് മകുടി ഊതുകയാണ്. മകുടിയുടെ ശബ്ദത്തിനനുസരിച്ച് പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി, ഒരു നൃത്തം മാതിരി. അപ്പോൾ ഈ പാമ്പ് കുറവനെ കൊത്താൻ തക്കോണം ഇങ്ങോട്ട് ഊങ്ങും. അപ്പോൾ ഈ കൂട്ട കൊണ്ട് തടുക്കും, കൂട്ടയുടെ മൂടി കൊണ്ട് തടുക്കും. ഈ കാഴ്ചയാണ് കണ്ടത്. കാണാൻ നല്ല രസമുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് തോന്നിയത്. ഈ വലിയ വീതിയുള്ള ഫണമാണ് അതിൻ്റേത്, വലിയ കുട നീർത്ത പോലെയുള്ള. അതിൻ്റെ മുകളിൽ ആ കണ്ണിൻ്റെ കർക്കണ്ടം എന്ന് പറയുന്ന ആ അടയാളമൊക്കെ കണ്ട് വല്ലാതെ പേടിച്ചു പോയി. ഞാൻ സാധനവുമായി തിരിച്ചു പോന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ആ സംഭവം. അപ്പോൾ എവിടെ നോക്കുമ്പോൾ രാത്രി അവിടെ പാമ്പുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ഒരവസ്ഥ കുട്ടിക്കാലത്തെ. പാമ്പിനെക്കുറിച്ചുള്ള സംശയം തന്നെ. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ ഇളയച്ഛൻ പുകവലിക്കാരനായിരുന്നു. അദ്ദേഹം വലിക്കുന്ന ബീഡി കഴിഞ്ഞുപോയി. എന്നോട് പറഞ്ഞു, നീ ഒരു കെട്ട് ബീഡി വാങ്ങിക്കൊണ്ട് വാടാ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു. കടയിൽ പോയി ഒരു കെട്ട് ബീഡി വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അതിൻ്റെ കാശും തന്ന് ഒരു ടോർച്ച്, ഒരു വലിയ ടോർച്ചാണ്, അന്നൊക്കെ ടോർച്ചാണല്ലോ, ഇലക്ട്രിക്കൽ ലൈറ്റൊന്നും അവിടെ വന്നിട്ടൊന്നുമില്ല നാട്ടിൽ. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഒരു ഇരുട്ടിത്തുടങ്ങി സമയം. ടോർച്ചിൽ ബാറ്ററി തീർന്ന് ചെറിയൊരു മിന്നാട്ടം മാത്രമേ അതിനുള്ളൂ. ആ ടോർച്ച് എടുത്താണ് ഞാൻ കടയിലേക്ക് പോകുന്നത്.
ഈ വയൽ വരമ്പിൽ കൂടിയാണ് യാത്ര. ചെറിയ വരമ്പാണ്, കഷ്ടി ഒരാൾക്ക് നടന്നു പോകാൻ ഉള്ള വീതി മാത്രമേ ഉള്ളൂ വയൽ വരമ്പിന്. നെല്ല്, വയലിലൊക്കെ നെല്ല് ഒരു പൂത്ത് നിൽക്കുന്നൊരു കാലമാണ്. ഈ വയലിലാണ് വീട്. അപ്പോൾ വയൽ വരമ്പിൽ നിന്ന് വേണം വീട്ടിലേക്ക് കയറാൻ. ഒരു വലിയ പറമ്പിൽ പഴയ ഓലപ്പുരയാണ്. വയൽ വരമ്പിൽ നിന്ന് ഒരു കോണിയുണ്ട് വീട്ടിലേക്ക്. വെട്ടുകല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പണ്ടത്തെ മാതൃകയിലുള്ള ഒരു 5-6 പടവുകളുള്ള കോണിയാണ്. ഇപ്പോൾ അതൊന്നുമില്ല, ഒക്കെ പോയി. ഈ കോണിയാണ് വീട്ടിലേക്കുള്ള കോണി. ഇതും കയറി ഇറങ്ങി വേണം പോകാനും വരാനും. ഞാൻ കടയിൽ പോയി ബീഡി വാങ്ങിച്ച് ടോർച്ച് മിന്നിച്ച് വരമ്പുകൾ കൂടി ഇങ്ങനെ നടന്നു വരുവാണ്. നടന്ന് ഈ കോണിയുടെ അടുത്തെത്തി. ടോർച്ച് കാലിൻ്റെ ചുവട്ടിൽ വളരെ സൂക്ഷിച്ച് നോക്കണം കാണണമെങ്കിൽ. ചുറ്റുപാടൊന്നും കാണില്ല, അത്രയും അതിന് ലൈറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഈ കുനിഞ്ഞ് ടോർച്ചിൻ്റെ ലൈറ്റ് നോക്കി ഈ കോണിയുടെ പടവ് കയറാൻ വേണ്ടി കാലെടുത്ത് വെച്ചതും, അപ്പോൾ ഈ കോണിയുടെ മുകളിൽ 2 വശത്തായി 2 മതിൽ പോലെയുണ്ട്. പണ്ടത്തെ കോണിയുടെ മാതൃക അങ്ങനെയാണല്ലോ, 2 ഉയരമുള്ള കല്ലുകൾ വെച്ച് 2 സൈഡിൽ. അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണത്. അപ്പോൾ അതിന് വലത്തെ പടവിൻ്റെ ആ മതിലിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ തല, അതായത് എൻ്റെ തലക്ക് തൊട്ട് മീതെ ഒരു പാമ്പ് സീൽക്കാരം പുറപ്പെടുവിക്കുന്നതാണ് കേട്ടത്. ഉച്ചത്തിൽ എന്നുള്ള ശബ്ദത്തോടു കൂടി. ഉടനെ ഞാൻ പേടിച്ചു പോയി. പാമ്പിൻ്റെ സീൽക്കാരം. പേടിച്ച് നിലവിളിച്ച് എൻ്റെ ആവുന്ന ശബ്ദത്തിൽ, വലിയ നിലവിളിയായിരുന്നു അത്. അത്രയ്ക്ക് ശക്തമായി പേടിച്ചിട്ട് നിലവിളിച്ച് ഞാൻ താഴേക്ക് പിന്നോട്ടേക്ക് തന്നെ ഇറങ്ങി. എൻ്റെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വന്ന്, വീട്ടിൽ നിന്നും അതിനടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ടോർച്ചും മറ്റുമായി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന്. ഈ ഇളയച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പാമ്പോ ഇവിടെ കാണട്ടെ. ഞാൻ പറഞ്ഞത് എൻ്റെ തലക്ക് മുകളിൽ നിന്നാണ് പാമ്പ് ഊതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പേടിച്ചു പോയത്, അതുകൊണ്ടാണ് എന്നോട് കരഞ്ഞു പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ടോർച്ചടിച്ച് അവിടെയൊക്കെ തിരയാൻ തുടങ്ങി പാമ്പിനെ. വാന്ന് പറഞ്ഞ് എന്നെ കൂട്ടി. എവിടെയാണ് കണ്ടത്? ഞാൻ പറഞ്ഞു ഇവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ പിന്നീട് ഈ സംഭവം അങ്ങനെ നടന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. ഈ സീൽക്കാര ശബ്ദത്തിൻ്റെ ഉറവിടം പാമ്പല്ല, മറ്റൊന്നാണ്. ഇത് കണ്ടതും ഞാൻ വല്ലാതെ അവിടുന്ന് വഷളായിപ്പോയി. ഞാൻ ഇവരോട് എങ്ങനെയാണ് ഈ സംഭവം പറയുക എന്നുള്ള ലജ്ജയായിപ്പോയി എനിക്ക്. എന്താ സംഭവിച്ചതെന്നല്ലേ, അതായത് അവിടെ ഒരു വളർത്തു നായ ഉണ്ടായിരുന്നു. ആ നായ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് അതിൻ്റെ മൂക്ക് കൊണ്ട് സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചായിരുന്നു. സാധാരണ നായക്ക് അങ്ങനെ ഒരു മൂക്ക് ചീന്തുന്ന ഏർപ്പാടുണ്ടല്ലോ, അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പേടിച്ചു പോയത്, ആ പാമ്പാണെന്ന് ധരിച്ചിട്ട്. ആ തെറ്റിദ്ധാരണയിലാണ് ഞാൻ പേടിച്ചു പോയത്. ഞാനിതിവിടെ പറഞ്ഞു വന്നത്, ഈ കുട്ടികളെ മുൻപിൽ നിന്ന് ഇത്തരം കഥകൾ പറഞ്ഞ് പേടിപ്പിച്ചാൽ അവർക്ക് പലതരത്തിലുള്ള പേടികൾ കൂടുതലാവും. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വളരെ ലജ്ജയോടുകൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് നായ ആയിരിക്കും എന്ന് പറഞ്ഞ്. നായ അപ്പോഴും അവിടെ മൂക്ക് ചീറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു കൊടുത്തു, ഇതായിരിക്കും, ഈ ശബ്ദമായിരിക്കും ഞാൻ കേട്ടെന്ന്. എല്ലാവരും ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പകാലത്ത്.